തീർച്ചയായിട്ടും പോയി കാണണം. താങ്ക് യു സോ മച്ച്. നമ്മുടെ പടത്തിൻ്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറയാൻ നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ് മുരളി ചേട്ടൻ ആൻഡ് ഗോപാലൻ സർ. അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഈ ഒരു ഫിലിം ബേസിക്കലി വി കുഡ് ഡു ഇറ്റ് ദ ബെസ്റ്റ്. ആൻഡ് ഓൾസോ ടു ഓൾ ദ ക്രൂ മെമ്പേഴ്സ്, വിഷ്ണു ആൻഡ് അഭിചേട്ടൻ, അഭിലാഷ് ചേട്ടൻ, അവർക്കൊക്കെ ഞാൻ താങ്ക്സ് പറയണം. ഈ ഒരു ക്യാരക്ടർ എനിക്ക് they have given me an idea about it and I could do it my best because of them. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അന്ന് ലോഞ്ചിൽ വന്ന് നിൽക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടം വരെ എത്തി. ഇനിയിപ്പോൾ സിനിമ റിലീസാവാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഉള്ളവരുടെ മാത്രമല്ല, ബാക്ക് ക്യാമറയിലും ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ അവരൊക്കെ ഓർക്കാണ്. ഒരുപാട് ചേട്ടന്മാരും എല്ലാവരും കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. സീരിയൽ കഴിഞ്ഞിട്ട് സിനിമ അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും മുരളി സാറും എല്ലാവരും കാരണമാണ് എനിക്ക് കിട്ടിയത്. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഐ എം സോ ഹാപ്പി. ഇവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സീരിയസ് ജൂഹി എന്താണ്, ഹൗ എക്സൈറ്റഡ് ആർ യു? ആൻഡ് യു ലുക്കിംഗ് വെരി ഡാഷിംഗ്. നിങ്ങൾ 3 പേരും ഡെഫിനറ്റ്ലി. സീരിയസ്, വാട്ട് യു വാണ്ട് ടു സേ? താങ്ക് യു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സുമതി വളവിൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമാവാൻ പറ്റിയത്. ഈ ഓപ്പർച്യൂണിറ്റി തന്ന അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും മുരളി ചേട്ടനുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ മൊത്തം ടീം. ഇത് ടോട്ടലി ഒരു ഫൺ എൻ്റർടൈനർ ആയിരിക്കും നിങ്ങൾക്ക്. ഓഗസ്റ്റ് 1-നാണ് മൂവി റിലീസാവുന്നത്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് യു. ആൻഡ് ജസ്റ്റിയ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് വാണ് നടക്കുകയായിരുന്നു. സോ നൗ യെസ്, എന്താണ് സിൽവർ സ്ക്രീനും റൂൾ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഫിയർ ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഇന്ന് എന്തോ അത്യാവശ്യം ട്രെയിലർ ലോഞ്ചസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാനും കൂടെ പാർട്ടായിട്ടുള്ളൊരു മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ ഇറ്റ്സ് സോ സ്പെഷ്യൽ ഫോർ മീ. ആൻഡ് പറഞ്ഞ മാതിരി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഡാൻസിങ് ഓർ സോഷ്യൽ മീഡിയ ടു ദ ബിഗ് സ്ക്രീൻ, എനിക്ക് ഇതിലും വലിയൊരു ഓപ്പണിംഗ് എനിക്ക് കിട്ടാനില്ല. ശരിക്കും ഐ എം സോ ബ്ലെസ്ഡ്. ഇത്രയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച വിഷ്ണു ചേട്ടന് താങ്ക് യു സോ മച്ച്. ആൻഡ് അത്രയും ഭംഗിയായിട്ടാണ് അഭിലാഷ് ചേട്ടൻ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നതാണെങ്കിലും ഇത്രയും വലിയൊരു ക്രൂ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. മുരളി ചേട്ട, ശ്രീ ഗോകുലം മൂവീസ്, അതുപോലെ ഞങ്ങളുടെ DOP ശങ്കർ സാർ, ഒരുപാട് പേരുണ്ട് താങ്ക്സ് പറയാനായിട്ട്. ഈ ഒരു ഓപ്പണിങ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലോഞ്ച് ശരിക്കൊരു ബ്ലെസ്സിങ് ആണ്, അധികം പേർക്ക് കിട്ടുന്നതല്ല. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി ഇനി അധികം ദിവസമൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് കൗണ്ടിങ് എവറി മിനിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. ഒരുപാട് ആഗ്രഹിച്ച ഒരു മൊമെൻറ്റാണത്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും ഓരോ മൊമെൻറ്റ്സ് ഞാനിങ്ങനെ വീണ്ടും ചെറിഷ് ചെയ്യാൻ പോകുന്ന മൊമെന്റ്സ് ആണ്. താങ്ക് യു. എക്സൈറ്റഡ് ആയിട്ട് സിനിമ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു ഡബിൾ എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? ആഫ്റ്റർ വെഡിങ് ആണ് അല്ലെ? വി ഹാവ് ഓൾ സീൻ എങ്ങനെയാണ് GP ഗോപികനെ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച പല സിനിമകളിലും സ്പെൻഡ് ചെയ്ത അത്ര സമയം തന്നെ ഈ സെറ്റുകളിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയിൽ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് പേരുള്ളൊരു സിനിമ കൂടിയാണ്. ദേവിക മാത്രമല്ല, ഈ സിനിമ എത്ര കഷ്ടപ്പെട്ടാണ് അവരുണ്ടാക്കിയത് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എനിക്കിതിൽ സന്തോഷം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ട്രെയിലർ കണ്ടു, നിങ്ങൾ പാട്ട് കണ്ടു, കുറേ എലമെൻറ്റ്സ് ഉള്ള, നമ്മൾ തിയേറ്ററിൽ ഫാമിലിയായി പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പോപ്കോണൊക്കെ തിന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലോ. അതുപോലത്തെ ഒരു ഫോർമുലയാണ് ഇതിനകത്ത് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം കൂടി തികയുന്ന അത്തരം സിനിമകൾ ചില സമയത്താണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലൊരു വലിയ സിനിമയാണ്, മാത്രമല്ല ഒരു മൾട്ടി സ്റ്റാർ സിനിമ കൂടിയാണ്. അപ്പോൾ അങ്ങനൊരു സിനിമ എന്ന് പറയുന്നത് പൊതുവെ സിനിമാ പ്രേമികൾക്ക് ആഘോഷിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിഷ്ണുവൊക്കെ പലപ്പോഴും ഞാൻ കാണുമ്പോൾ പകുതി ഉറക്കത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഒരു ഗ്രോത്താണ്. പണ്ട് ഞാൻ വിഷ്ണുവിനെ കാണുമ്പോൾ വിഷ്ണു എപ്പോഴും
അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ എന്ന് പറയുന്ന വിഷ്ണുവിൽ നിന്നും ഇപ്പൊ സ്വയമായിട്ട് കാര്യങ്ങളായിട്ടുള്ള ഒരു ക്യാപ്റ്റനായി മാറിയ വിഷ്ണു, അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഗ്രോത്ത് ഞാൻ ഈ സിനിമയിൽ കാണുന്നുണ്ട് എന്നുള്ളത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് മുരളീചേട്ടനാണെങ്കിലും ഗോകുലം ആണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് കുറേ ആളുകളുടെ സ്വപ്നമാണ്. ഞാൻ സിനിമ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരു അർജുന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് എൻ്റെ ജീവിതം സെറ്റായത്. അത് അല്ലു അർജുനായിരുന്നു. അലവൈകുണ്ഠ പെരുമലു എന്നുള്ള സിനിമ ചെയ്തപ്പോൾ ഇന്ന് ഞാൻ തെലുങ്കിലെ സിനിമ ചെയ്യുന്ന 4 കൊല്ലം മുമ്പ് ചെയ്ത ഒരു സിനിമയുടെ മൈലേജിലാണ്. ഇന്ന് ഇവിടെ കുറേ ആളുകൾ, ഗോപിക മാത്രമല്ല ഒരുപാട് ആളുകൾ അവരുടെ സിനിമാ സ്വപ്നവുമായിട്ട് ഒരു സിനിമ തുടങ്ങിയാണ്. അവർക്കൊക്കെ ഇത് വെച്ചടി ഒരു ബ്രേക്ക് നൽകുന്ന, വെച്ചടി കയറ്റം നൽകുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെയായി മാറട്ടെ. ഈവൻ അർജുന് പോലും, കാരണം അർജുൻ ഒരു ഗ്രോയിങ് ടാലന്റ് ആണ്. അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അല്ലു അർജുൻ സ്പേസിലേക്കൊക്കെ കയറാൻ സാധിക്കട്ടെ. നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെ ആവണല്ലോ, അങ്ങനെ വേണ്ടേ നമ്മൾ സ്വപ്നം കാണാൻ. അപ്പൊ എല്ലാവിധ ആശംസകളും. ഇത്രയും ആൾക്കാരുടെ പേര് പറഞ്ഞു, ഒരാളുടെ പേര് അത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല. ഒരു സിനിമ ഉണ്ടാവുന്നത് ഒരാളുടെ ചിന്തയിൽ നിന്നാണ്, ഒരു ത്രെഡിൽ നിന്നാണ്, ഒരു തോട്ടിൽ നിന്നാണ് എന്ന് പറയും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റർ ആ സിനിമ മറ്റ് ഒരുപാട് ആളുകളെ ഏൽപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരുടെയും തോട്ടായി അത് മാറുകയാണ്. പക്ഷെ ഇവിടെ ഇദ്ദേഹം റൈറ്ററാണോ, ആക്ടറാണോ, പ്രൊഡ്യൂസറാണോ, ഡയറക്ടറാണോ, ഇനി എന്താണ് എന്ന് പറയാൻ പറ്റാത്ത അത്ര കഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ സമയത്തും ഈ സിനിമയുടെ ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ബിസിനസ് സംസാരിക്കുന്ന കാര്യമാണെങ്കിലും സെൻസർ ബോർഡിന്റെ സമയത്താണെങ്കിലും എല്ലാ സമയത്തും ഒരാളുടെ സിനിമയുടെ പാഷൻ എന്താണ് എന്ന് കണ്ട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലെയൊക്കെ സിനിമയെ ആഗ്രഹിക്കണം, ഇതുപോലെയൊക്കെ വേണം നമ്മുടെ ഹങ്കർ സിനിമയോട് എന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് പിള്ള. ദിസ് ഇസ് യുവർ ഹാർഡ് വർക്ക്. അതിന് ഒരു ഗംഭീര കൈയടി നമ്മളെല്ലാവരും കൊടുത്തേ പറ്റൂ. സിനിമ കാണുന്നവർക്ക്, സിനിമ ആഗ്രഹിക്കുന്നവർക്ക് എന്നും ഒരു ഇൻസ്പിറേഷനാണ്. നിങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസ് കൂടുന്ന പോലെ തന്നെ ഹേറ്റേഴ്സും കൂടും. അതെല്ലാവരും അവിടെയൊക്കെ നിങ്ങൾക്ക് ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സുമതി വളവ് ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.